നമസ്കാരം. ഏറെ ശ്രദ്ധേയമായ വൈപ്പിൻ പള്ളത്താങ്കുളങ്ങരയിലെ ഓട്ടോ ഡ്രൈവർ ജയയെ മർദ്ദിച്ച കേസിൽ മുഖ്യപ്രതികളായ രണ്ടുപേരെ മുംബൈയിൽ നിന്നും പോലീസ് പിടികൂടി. ഇവരെ ഞാറക്കൽ പോലീസ് സ്റ്റേഷൻ എത്തിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തി. തുടർന്ന് ഇന്ന് രാവിലെ ഇവരെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പും പൂർത്തിയാക്കി. സജീഷിന്റെ സുഹൃത്തുക്കളും എഴുപുന്ന സ്വദേശികളുമായ 22 വയസ്സ് വീതം പ്രായവുമുള്ള അഖിൽ, ഡാനിയൽ, മണിയപ്പൻ എന്നിവരടങ്ങുന്ന സംഘത്തെയാണ് മുംബൈയിൽ നിന്നും അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തത്. 7ഓളം പ്രതികളുണ്ടെന്ന് കരുതപ്പെടുന്ന ഈ കേസിൽ 5 പ്രതികൾ ഇതിനോടകം പോലീസ് പിടിയിലായി. ഇതിൽ പ്രിയങ്ക, വിതുൽ ദേവ്, സജീഷിനെ ഒളിവിൽ പോകാൻ സഹായിച്ച വിപിൻ തുടങ്ങിയവർ ഇതിനോടകം തന്നെ റിമാൻഡിലുമായി. കൃത്യത്തിന്റെ മുഖ്യ സൂത്രധാരനായ സജീഷും കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത മറ്റൊരാളുമാണ് ഇനി പിടിയിലാകാനുള്ളതെന്ന് പോലീസ് അറിയിച്ചു. 6-ാം തീയതിയാണ് ജയ ഇവിടെ ആക്രമിക്കപ്പെട്ടത്. ഞാറക്കൽ പോലീസ് സ്റ്റേഷൻ എല്ലാവർക്കും അറിയാലോ. അത് വളരെ ബ്രൂട്ടലായിരുന്നു. പ്രതികളെ കുറിച്ച് യാതൊരു വിവരവും ഉണ്ടായിരുന്നില്ല. പിന്നീട് പോലീസ് അത് വളരെ സമർത്ഥമായി അന്വേഷിച്ചതിൻ്റെ ഭാഗമായി ജില്ലാ പോലീസ് മേധാവി ശ്രീ ഡോക്ടർ വൈഭവ് സക്സേന IPS അദ്ദേഹം നേതൃത്വം നൽകിയ ഒരു സ്ക്വാഡ് ഫോം ചെയ്യുകയും ആ സ്ക്വാഡിൻ്റെ ഭാഗമായി സുനിൽ തോമസ് അടക്കമുള്ള CI സുനിൽ തോമസ്, അതുപോലെ തന്നെ ബിജു, ശരത് ബാബു, സാഹിർ, സ്വരാബ്, അങ്ങനെയുള്ള ഒരു ടീമുണ്ടാക്കുകയും ആ ടീമിൻ്റെ നിരന്തര പരിശ്രമത്തിൻ്റെ ഫലമായി ഇതിനൊരു തുമ്പുണ്ടാക്കുകയും പിന്നീട് ഇതിൽ പങ്കെടുത്ത 2 പ്രതികളെ മുംബൈയിൽ നിന്ന് നമ്മൾ കസ്റ്റഡിയിലെടുക്കുകയും അദ്ദേഹത്തിനെ അവരെ പോലീസിൽ കൊണ്ടുവന്ന് അവരെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ടൂർ പോകാനായി 1 ലക്ഷം രൂപ നൽകാമെന്ന് സജീഷ് വാഗ്ദാനം നൽകിയതിനെ തുടർന്നാണ് പ്രതികൾ ഈ കൃത്യം ഏറ്റെടുത്തത്. പ്രതികളെ എത്രയും വേഗം പിടികൂടുന്നതിനു വേണ്ടി എറണാകുളം റൂറൽ പോലീസ് സൂപ്രണ്ട് ഡോക്ടർ വൈഭവ് സക്സേനയുടെ നിർദ്ദേശപ്രകാരം DYSP NS സലീഷിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച സംഘത്തിലെ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ഇൻസ്പെക്ടർ സുനിൽ തോമസ്, SI ബിജു, ASI ഷഹീർ, CPMമാരായ ശരത് ബാബു, സ്വരാബ്, ശ്രീജൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് മുംബൈയിലെത്തി പ്രതികളെ കസ്റ്റഡിയിലെടുത്തത്. പോലീസിന്റെ ഊർജിതമായ അന്വേഷണത്തിലൊടുവിലാണ് മുഖ്യ പ്രതികളടക്കം 5 പേർ ഈ കേസിൽ കസ്റ്റഡിയിലായത്. നിങ്ങൾക്കെല്ലാവർക്കും സംഭവം ഉണ്ടായത് കഴിഞ്ഞ 10-ാം തീയതിയാണ് ഉണ്ടായത്. 10-ാം തീയതി ഉണ്ടായത് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഫാമിലിപരമായിട്ട് കുറച്ച് വഴക്കുകൾ, കാര്യങ്ങളൊക്കെ ഉണ്ട്. വഴിയിൽ വണ്ടി പാർക്ക് ചെയ്യുന്നത് സംബന്ധിച്ച് പിള്ളേരെ തല്ലിയെന്ന് പറഞ്ഞ ചെറിയ പരാതി, അങ്ങനെ ഓരോ പരാതികളൊക്കെ ഉണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വൈരാഗ്യമാണ് ഇതിലോട്ട് നയിച്ചത്. അതിൽ സജീഷ് എന്ന് പറയുന്ന ആൾ അവരുടെ ഈ ആക്രമിക്കപ്പെട്ട ജയയുടെ അച്ഛൻ്റെ സഹോദരിയുടെ മകളുടെ ഭർത്താവാണ്. പുള്ളി രണ്ടാം കെട്ട് കെട്ടി വന്ന ആളാണ്. അപ്പോൾ അവരുടെ പുള്ളിക്ക് നേരത്തെ തന്നെ കേസുള്ള ഒരാളാണ്. പല രീതിയിലുള്ള ഹത്യ കേസുകളും അങ്ങനെ ഉള്ള ഒരാളാണ്. അയാളാണ് ഈ സംഭവത്തിന് കാരണമായത്. പുള്ളിയാണ് ഈ ദേഹോത്തരം ഏൽപ്പിക്കാനായിട്ടുള്ള പുള്ളിയുടെ 2 സുഹൃത്തുക്കളെ ഏൽപ്പിക്കുകയും അവർ വന്നിട്ട് ഇതുപോലെ ആക്രമിക്കുകയും ചെയ്തത്. നമ്മുടെ സ്റ്റേഷനിലുള്ള പോലീസുകാരുടെയും ബഹുമാനപ്പെട്ട SP അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം ഫോം ചെയ്ത ടീമിൻ്റെയും സഹായത്തോടു കൂടി നിരന്തരമായ ശ്രമത്തെ തുടർന്നാണ് 2 പേരെ, അജിനെയും മനുവിനെയും മുംബൈയിൽ നിന്നാണ് പിടിക്കാൻ സാധിച്ചത്. ഇനിയും പ്രതികളുണ്ട്. അത് എത്രയും പെട്ടെന്ന് നമ്മൾ പിടിച്ച് ആ സ്ത്രീക്ക് നീതി മേടിച്ചു കൊടുക്കുന്നതായിരിക്കും.